PSC എക്സാമുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. മുന്നേ ഒരുപാട് എക്സാമുകളിൽ വന്നതുപോലെ തന്നെ അടുത്തിടെ നടന്ന പല എക്സാമുകളിലും INC ആയി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ INC ആയി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഡിസംബർ മാസം 28-നാണ്. INC രൂപീകൃതമാകുന്നത് 1885 ഡിസംബർ 28-ന്. അപ്പോൾ ഈ INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരു സിദ്ധാന്തമുണ്ട്. അതായത് സേഫ്റ്റി വാൾവ് തിയറി അഥവാ സുരക്ഷാ വാൾവ് സിദ്ധാന്തം. INC രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേഫ്റ്റി വാൾവ് തിയറിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ AO ഹ്യൂമാണ്. INCയുടെ പിതാവ് അല്ലെങ്കിൽ ആദ്യത്തെ ജനറൽ സെക്രട്ടറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AO ഹ്യൂം. അതുപോലെ തന്നെ INCയുടെ ആദ്യ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് WC ബാനർജിയാണ്. INCയുടെ ആദ്യ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഉമേഷ് ചന്ദ്ര ബാനർജി അഥവാ WC ബാനർജിയാണ്. INCക്ക് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. INCക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. അതുപോലെ തന്നെ INCയുടെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജാണ്. INCയുടെ ആദ്യത്തെ സമ്മേളന വേദി എന്ന് പറയുന്നത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജാണ്. ആദ്യ സമ്മേളനത്തിന് വേദിയാവാൻ വേണ്ടി നിശ്ചയിച്ചിരുന്നത് പൂനെ ആയിരുന്നു. പക്ഷേ അവിടെ പ്ലേഗ് പടർന്നതിനെ തുടർന്ന് ബോംബെയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. വേദിയായി തീരുമാനിച്ചിരുന്നത് പൂനെ ആയിരുന്നു. അപ്പോൾ അവിടെ പ്ലേഗ് പടർന്നതിനെ തുടർന്നാണ് ബോംബെയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എന്ന് പറയുന്നത് 72ആണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്ന് പറയുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ GP പിള്ളയാണ്. INC രൂപീകൃതമാകുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറയുന്നത് ഡഫറിൻ പ്രഭുവാണ്. INC രൂപീകൃതമാകുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറയുന്നത് ഡഫറിൻ പ്രഭുവാണ്. അപ്പോൾ ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയങ്ങളുടെ എണ്ണം 9ആണ്. ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയങ്ങളുടെ എണ്ണം 9. അതിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G സുബ്രഹ്മണ്യ അയ്യറാണ്. ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G സുബ്രഹ്മണ്യ അയ്യർ. ഇനി INCയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സമ്മേളനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ വേദി, അധ്യക്ഷൻ, അവരുടെ പ്രത്യേകതയൊക്കെ ഒന്ന് പഠിക്കാം. അപ്പോൾ 1885 ബോംബെ സമ്മേളനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അധ്യക്ഷൻ WC ബാനർജിയാണ്. ഇനി രണ്ടാമത്തെ സമ്മേളനം എന്ന് പറയുന്നത് 1886 കൊൽക്കത്ത സമ്മേളനമാണ്. അതിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ്. 86 കൊൽക്കത്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ദാദാഭായ് നവറോജി. അപ്പോൾ ദാദാഭായ് നവറോജി പ്രസിഡൻ്റായപ്പോഴുള്ള പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ INC പ്രസിഡൻ്റായ ആദ്യ പാഴ്സി വംശജനാണ് ദാദാഭായ് നവറോജി. അതുപോലെ തന്നെ ഏറ്റവും കൂടിയ പ്രായത്തിൽ INC പ്രസിഡൻ്റായ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. മൂന്നാമത്തെ കാര്യം, 3 തവണ പ്രസിഡൻ്റായ ആദ്യ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യ പാഴ്സി വംശജൻ, ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രസിഡൻ്റായി, 3 തവണ പ്രസിഡൻ്റായ ആദ്യ വ്യക്തി. ഇതൊക്കെ ദാദാഭായ് നവറോജിയാണ്. ഇനി 1887 മദ്രാസ് സമ്മേളനമുണ്ട്. അതിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ബദറുദ്ദീൻ തിയാബ്ജിയാണ്. 887 മദ്രാസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ ബദറുദ്ദീൻ തിയാബ്ജി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത INC പ്രസിഡൻ്റായ ആദ്യ മുസ്ലിം. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനമാണ് 87 മദ്രാസ് സമ്മേളനം. അപ്പോൾ INC പ്രസിഡൻ്റായ ആദ്യ മുസ്ലിം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബദറുദ്ദീൻ തിയാബ്ജിയാണ്. 887 മദ്രാസ് സമ്മേളനം. ഇനി അടുത്തത് 1888 അലഹബാദ് സമ്മേളനമാണ്. ഉത്തർപ്രദേശിലെ അലഹബാദിൽ വെച്ച് നടന്ന സമ്മേളനത്തിലെ അധ്യക്ഷൻ ജോർജ് യൂളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത INC പ്രസിഡൻ്റായ ആദ്യ വിദേശി. INC പ്രസിഡൻ്റായ ആദ്യ വിദേശി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോർജ് യൂളാണ്. 1888 അലഹബാദ് സമ്മേളനം.
ഇനി അതുപോലെ തന്നെ 1889 ബോംബെ സമ്മേളനമുണ്ട്. അതിലെ അധ്യക്ഷൻ വില്യം വെണ്ടർബേൺ ആണ്. ബോംബെ സമ്മേളനത്തിലെ അധ്യക്ഷൻ വില്യം വെണ്ടർബേൺ INC പ്രസിഡൻ്റായ രണ്ടാമത്തെ വിദേശി. അതുപോലെ തന്നെ 2 തവണ പ്രസിഡൻ്റായ ആദ്യ വിദേശിയാണ് വില്യം വെണ്ടർബേൺ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു സമ്മേളനം 1891 നാഗ്പൂർ സമ്മേളനമാണ്. അതിലെ അധ്യക്ഷൻ P. അനന്തചാർലു ആണ്. നാഗ്പൂർ സമ്മേളനത്തിലെ അധ്യക്ഷൻ P. അനന്തചാർലു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത INC പ്രസിഡൻ്റായ ആദ്യ ദക്ഷിണേന്ത്യൻ. INC പ്രസിഡൻ്റായ ആദ്യ ദക്ഷിണേന്ത്യനാണ് P. അനന്തചാർലു. 1891 നാഗ്പൂർ സമ്മേളനം. ഇനി 1894 മദ്രാസ് സമ്മേളനം. അതിലെ അധ്യക്ഷൻ ആൽഫ്രഡ് വെബാണ്. INC പ്രസിഡൻ്റായ മൂന്നാമത്തെ വിദേശി ആൽഫ്രഡ് വെബ്. 1894 മദ്രാസ് സമ്മേളനം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമ്മേളനമാണ് 1896 കൊൽക്കത്ത സമ്മേളനം. 1896 കൊൽക്കത്ത സമ്മേളനം. അതിലെ അധ്യക്ഷൻ RM സയാനി അല്ലെങ്കിൽ റഹ്മത്തുള്ള സയാനി. ഇനി ആ സമ്മേളനത്തിലെ പ്രത്യേകത വന്ദേ മാതരം ആദ്യമായി ആലപിച്ച INC സമ്മേളനമാണ് 1896 കൊൽക്കത്ത സമ്മേളനം. ഇനി PSC പലതവണ ചോദിച്ചിട്ടുള്ള ഒരു സമ്മേളനമാണ് 1897 അമരാവതി സമ്മേളനം. 1897 അമരാവതി സമ്മേളനം. അതിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് C. ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും INC പ്രസിഡൻ്റായ ആദ്യ മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. INC പ്രസിഡൻ്റായ ആദ്യ മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനം. അടുത്തത് 1901 കൊൽക്കത്ത സമ്മേളനമാണ്. 1901 കൊൽക്കത്ത സമ്മേളനം. അതിലെ അധ്യക്ഷൻ ദിൻഷായി വാച്ചയാണ്. അതിലെ അധ്യക്ഷനാണ് ദിൻഷായി വാച്ച. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനമാണ് 1901 കൊൽക്കത്ത സമ്മേളനം. ഇനി അടുത്തത് 1905 ബനാറസ് സമ്മേളനം. 1905 ബനാറസ്. അതിലെ അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അതിലെ അധ്യക്ഷനാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1905 ബനാറസ് സമ്മേളനമാണ്. അതുപോലെ തന്നെ ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡൻ്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണ ഗോഖലെ. 1905 ബനാറസ് സമ്മേളനം. ഇനി അടുത്തത് 1906 കൊൽക്കത്ത സമ്മേളനം. 1906 കൊൽക്കത്ത സമ്മേളനം. അതിലെ അധ്യക്ഷൻ ദാദാഭായ് നവറോജിയാണ്. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സമ്മേളനമാണ് 1906 കൊൽക്കത്ത സമ്മേളനം. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സമ്മേളനം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമ്മേളനമാണ് 1907 സൂററ്റ് സമ്മേളനം. 1907 സൂററ്റ് സമ്മേളനം. അതിലെ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷാണ്. 1907 സൂററ്റ് സമ്മേളനത്തിലെ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷാണ്. സൂററ്റ് വിഭജനം അല്ലെങ്കിൽ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ വേർപിരിഞ്ഞ സമ്മേളനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1907 സൂററ്റ് സമ്മേളനമാണ്. ഇനി 1908 മദ്രാസ് സമ്മേളനം. അതിലും റാഷ് ബിഹാരി ഘോഷ് തന്നെയാണ് അധ്യക്ഷൻ. കോൺഗ്രസിൻ്റെ ഭരണഘടന രൂപീകരിച്ച സമ്മേളനമാണ് 1908 മദ്രാസ് സമ്മേളനം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമ്മേളനം 1909 ലാഹോർ സമ്മേളനമാണ്. 1909 ലാഹോർ. മദൻ മോഹൻ മാളവ്യയാണ് അധ്യക്ഷൻ. ഇതിലെ പ്രത്യേകത മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോഴുള്ള പ്രസിഡന്റ് മദൻ മോഹൻ മാളവ്യയാണ്. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോഴുള്ള INC പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദൻ മോഹൻ മാളവ്യ. 1909 ലാഹോർ സമ്മേളനം. ഇനി പല എക്സാമുകളിലും ചോദിച്ചിട്ടുള്ള സമ്മേളനമാണ് 1911 കൊൽക്കത്ത സമ്മേളനം. 1911 കൊൽക്കത്ത സമ്മേളനം. അതിലെ അധ്യക്ഷൻ BN ദർ ആണ്. ബിപിൻ നാരായൺ ദർ. ആ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനം. ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1911 കൊൽക്കത്ത സമ്മേളനം. ജനഗണമന ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരാണിയാണ്. ജനഗണമന ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരാണി. ഇനി 1912 ബങ്കിപ്പൂർ സമ്മേളനം. 1912 ബങ്കിപ്പൂർ സമ്മേളനം. RN മധോൽക്കറാണ് ഇതിലെ അധ്യക്ഷൻ. ബങ്കിപ്പൂർ സമ്മേളനത്തിലെ അധ്യക്ഷൻ RN മധോൽക്കർ. നെഹ്റു പങ്കെടുത്ത ആദ്യ INC സമ്മേളനമാണ് 1912 ബങ്കിപ്പൂർ സമ്മേളനം. നെഹ്റു പങ്കെടുത്ത ആദ്യ INC സമ്മേളനം. ഇനി 1916 ലക്നൗ സമ്മേളനം. അതിലെ അധ്യക്ഷൻ AC മജുംദാറാണ്. അംബിക ചരൺ മജുംദാർ. 1916 ലക്നൗ സമ്മേളനം. മിതവാദികളും തീവ്രവാദികളും തമ്മിൽ യോജിച്ച സമ്മേളനം 1916 ലക്നൗ. അതുപോലെ തന്നെ ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയത്. മിതവാദികളും തീവ്രവാദികളും തമ്മിൽ യോജിച്ചു. അതുപോലെ തന്നെ ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയ സമ്മേളനം കൂടിയാണ് 1916 ലക്നൗ സമ്മേളനം. ഇനി 1917 കൊൽക്കത്ത സമ്മേളനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊൽക്കത്ത സമ്മേളനത്തിലെ അധ്യക്ഷ എന്ന് പറയുന്നത് ആനി ബസൻ്റാണ്. INC പ്രസിഡൻ്റായ ആദ്യ വനിത ആനി ബസൻ്റ്. 1917 കൊൽക്കത്ത സമ്മേളനം. ഇനി 1920 കൊൽക്കത്ത സ്പെഷ്യൽ സമ്മേളനം. 1920 കൊൽക്കത്ത സ്പെഷ്യൽ സമ്മേളനം. അതിലെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായ് ആണ്. കൊൽക്കത്ത സ്പെഷ്യൽ സമ്മേളനത്തിലെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1920 കൊൽക്കത്ത സമ്മേളനം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത് 1920 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. അതുപോലെ തന്നെ 1920 നാഗ്പൂർ സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ അധ്യക്ഷൻ വിജയരാഘവാചാര്യാണ്. 1920 നാഗ്പൂർ സമ്മേളനത്തിലെ അധ്യക്ഷൻ വിജയരാഘവാചാര്യ. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രമേയം പാസാക്കിയ സമ്മേളനം നാഗ്പൂർ സമ്മേളനമാണ്. പ്രമേയം അവതരിപ്പിച്ചത് കൊൽക്കത്ത സ്പെഷ്യൽ സമ്മേളനവും പ്രമേയം പാസാക്കിയത് നാഗ്പൂർ സമ്മേളനത്തിലാണ്. 1921 അഹമ്മദാബാദ് സമ്മേളനം. ഇതിലെ അധ്യക്ഷന്മാർ CR ദാസും ഹക്കീം അജ്മൽ ഖാനുമാണ്. CR ദാസും ഹക്കീം അജ്മൽ ഖാനും. CR ദാസിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഹക്കീം അജ്മൽ ഖാൻ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡൻ്റ് ആകുന്നുണ്ട്. INCയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡൻ്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹക്കീം അജ്മൽ ഖാൻ എന്നാണ് ഉത്തരം. 1921 അഹമ്മദാബാദ് സമ്മേളനം. ഇനി 1923 കാക്കിനാഡ സമ്മേളനം. 1923 കാക്കിനാഡ സമ്മേളനം. അതിലെ അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലിയാണ്. മൗലാന മുഹമ്മദ് അലി. പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ TK മാധവൻ അയിത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനമാണ് 1923 കാക്കിനാഡ സമ്മേളനം. 1923 ഡൽഹി സ്പെഷ്യൽ സമ്മേളനമുണ്ട്. അതിലെ അധ്യക്ഷൻ മൗലാന അബ്ദുൽ കലാം ആസാദാണ്. 1923 ഡൽഹി സമ്മേളനത്തിലെ അധ്യക്ഷൻ മൗലാന അബ്ദുൽ കലാം ആസാദാണ്. INC പ്രസിഡൻ്റാവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. INC പ്രസിഡൻ്റാവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത സമ്മേളനം 1924 ബെൽഗാം സമ്മേളനമാണ്. 1924 കർണാടകയിലെ ബെൽഗാമിൽ വെച്ച് നടന്ന സമ്മേളനം. അതിലെ അധ്യക്ഷൻ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി അധ്യക്ഷനായ INC സമ്മേളനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1924 ബെൽഗാം സമ്മേളനം. ഇനി 1925 കാൺപൂർ സമ്മേളനം. അധ്യക്ഷ എന്ന് പറയുന്നത് സരോജിനി നായിഡു ആണ്. INC പ്രസിഡൻ്റാകുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1925 കാൺപൂർ സമ്മേളനത്തിലെ അധ്യക്ഷയായ സരോജിനി നായിഡു ആണ്. INCയുടെ രണ്ടാമത്തെ വനിതാ പ്രസിഡൻ്റാണ് സരോജിനി നായിഡു. ആദ്യത്തേത് ആനി ബസൻ്റ് 1917 കൊൽക്കത്ത. രണ്ടാമത്തത് 25 കാൺപൂർ സരോജിനി നായിഡു. ഇനി 1927 മദ്രാസ് സമ്മേളനം. അതിലെ അധ്യക്ഷൻ MA അൻസാരിയാണ്.
സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനം, ഇതിലെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ്. 1929 ലാഹോർ സമ്മേളനത്തിലെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ INC സമ്മേളനം. പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ INC സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു പ്രസിഡൻ്റായ ആദ്യ സമ്മേളനവും 1929 ലാഹോർ സമ്മേളനമാണ്. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനവും 1929 ലാഹോർ സമ്മേളനമാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം, നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും 1929 ലാഹോർ സമ്മേളനം. 1931 കറാച്ചി സമ്മേളനത്തിലെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. 1931 കറാച്ചി സമ്മേളനത്തിലെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി ഇമ്പോർട്ടൻ്റ്, 1933 കൊൽക്കത്ത സമ്മേളനമുണ്ട്. 1933 കൊൽക്കത്ത സമ്മേളനം, ഇതിലെ അധ്യക്ഷ നെല്ലിസൺ ഗുപ്തയാണ്. 1933 കൊൽക്കത്ത സമ്മേളനത്തിലെ അധ്യക്ഷ നെല്ലിസൺ ഗുപ്ത INC പ്രസിഡൻ്റായ രണ്ടാമത്തെ വിദേശ വനിത. INC പ്രസിഡൻ്റായ രണ്ടാമത്തെ വിദേശ വനിതയാണ്. ഇനി 1934 ബോംബെ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 1934 ബോംബെ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമ്മേളനമാണ് 1934 ബോംബെ. അതുപോലെ തന്നെ INC പ്രസിഡൻ്റായ ശേഷം ഇന്ത്യൻ പ്രസിഡൻ്റായ ആദ്യ വ്യക്തി രാജേന്ദ്ര പ്രസാദാണ്. INC പ്രസിഡൻ്റായ ശേഷം ഇന്ത്യൻ പ്രസിഡൻ്റായ ആദ്യ വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി 1935 ബോംബെ സമ്മേളനത്തിലെ അധ്യക്ഷനും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. 1935 ബോംബെ സമ്മേളനത്തിലെ അധ്യക്ഷനും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം 1935 ബോംബെ സമ്മേളനമാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം 1935 ബോംബെ സമ്മേളനം. 1937 ഫൈസ്പൂർ സമ്മേളനം, അതിലെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ്. പ്രത്യേകത, ഗ്രാമപ്രദേശത്ത് നടന്ന ആദ്യ INC സമ്മേളനം. ഗ്രാമപ്രദേശത്ത് നടന്ന ആദ്യ INC സമ്മേളനം 1937 ഫൈസ്പൂർ സമ്മേളനമാണ്. INC ഔദ്യോഗികമായി ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഫൈസ്പൂർ സമ്മേളനത്തിലാണ്. ഇനി 1938 ഹരിപുര സമ്മേളനത്തിലെ അധ്യക്ഷൻ സുഭാഷ് ചന്ദ്രബോസാണ്. 38 ഹരിപുരയും 39 ത്രിപുരി സമ്മേളനത്തിലും സുഭാഷ് ചന്ദ്രബോസാണ്. 38 ഹരിപുരയും 39 ത്രിപുരയിലും സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പോൾ ഈ 39 ത്രിപുരി സമ്മേളനത്തിൻ്റെ പ്രത്യേകത, INC പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്ന സമ്മേളനം 39 ത്രിപുരി സമ്മേളനമാണ്. INCയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസാണ്. INCയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ്. പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് INCൻ്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റായി മാറിയത്. ഇനി 1942 ബോംബെ സമ്മേളനം. മൗലാന അബ്ദുൽ കലാം ആസാദാണ് അധ്യക്ഷൻ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ട സമ്മേളനമാണ് 1942 ബോംബെ സമ്മേളനം. മൗലാന അബ്ദുൽ കലാം ആസാദാണ് അധ്യക്ഷൻ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 1946 മീററ്റ് സമ്മേളനം. ഇതിലെ അധ്യക്ഷൻ JB കൃപലാനിയാണ്. 1946 മീററ്റ് സമ്മേളനത്തിലെ അധ്യക്ഷൻ JB കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴുള്ള INC പ്രസിഡന്റ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴുള്ള INC പ്രസിഡന്റ് എന്ന് പറയുന്നത് JB കൃപലാനിയാണ്. ഇനി 1948 ജയ്പൂർ സമ്മേളനം. അതിലെ അധ്യക്ഷൻ പട്ടാഭി സീതാരാമയ്യയാണ്. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ INC സമ്മേളനമാണ് 1948 ജയ്പൂർ സമ്മേളനം. ഇതിലെ അധ്യക്ഷൻ പട്ടാഭി സീതാരാമയ്യ. ഇനി 1950 നാസിക് സമ്മേളനം. ഇതിലെ അധ്യക്ഷൻ പുരുഷോത്തം ദാസ് ടണ്ടൻ. ഇതിലെ പ്രത്യേകത, ഇന്ത്യ റിപ്പബ്ലിക്കായപ്പോഴുള്ള INC പ്രസിഡൻ്റാണ് പുരുഷോത്തം ദാസ് ടണ്ടൻ. 1950 നാസിക് സമ്മേളനം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 1955 ആവടി സമ്മേളനം.
1955 ആവടി സമ്മേളനത്തിലെ അധ്യക്ഷൻ UN ദേബാറാണ്. UN ദേബാർ. ഇന്ത്യക്ക് സോഷ്യലിസ്റ്റ് സാമൂഹിക ഘടന എന്ന പ്രസിദ്ധമായ കോൺഗ്രസ് നയം രൂപീകരിച്ച സമ്മേളനമാണ് 1955 ആവടി സമ്മേളനം. ഇന്ത്യക്ക് സോഷ്യലിസ്റ്റ് സാമൂഹിക ഘടന എന്ന നയരൂപവൽക്കരണം നടന്ന സമ്മേളനമാണ് 1955 ആവടി സമ്മേളനം. 1959 ഡൽഹി സമ്മേളനം. ഇന്ദിരാഗാന്ധിയാണ് അധ്യക്ഷ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ INCയുടെ വനിതാ പ്രസിഡൻ്റാണ് ഇന്ദിരാഗാന്ധി. 1959 ഡൽഹി സമ്മേളനം. അതുപോലെ തന്നെ 1997 കൊൽക്കത്ത സമ്മേളനം. സീതാറാം കേസരിയാണ് അധ്യക്ഷൻ. പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ INC പ്രസിഡൻ്റാണ് സീതാറാം കേസരി. പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ INC പ്രസിഡൻ്റാണ് സീതാറാം കേസരി. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം കൊൽക്കത്തയാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദി കൊൽക്കത്ത. സ്വാതന്ത്ര്യത്തിന് ശേഷമാണെങ്കിൽ ന്യൂഡൽഹി. സ്വാതന്ത്ര്യത്തിന് മുൻപ് കൊൽക്കത്തയും സ്വാതന്ത്ര്യത്തിന് ശേഷം ന്യൂഡൽഹിയും. INCയുടെയും മുസ്ലിം ലീഗിൻ്റെയും പ്രസിഡൻ്റായ ഏക വ്യക്തി. INCയുടെയും മുസ്ലിം ലീഗിൻ്റെയും പ്രസിഡൻ്റായ ഏക വ്യക്തിയാണ് MA അൻസാരി. INCയുടെയും മുസ്ലിം ലീഗിൻ്റെയും പ്രസിഡൻ്റായ ഏക വ്യക്തി MA അൻസാരിയാണ്. അതുപോലെ തന്നെ INCയുടെയും ഹിന്ദു മഹാസഭയുടെയും പ്രസിഡൻ്റായ ഏക വ്യക്തി മദൻ മോഹൻ മാളവ്യയാണ്. INCയുടെയും ഹിന്ദു മഹാസഭയുടെയും പ്രസിഡൻ്റായ ഏക വ്യക്തിയും മദൻ മോഹൻ മാളവ്യ. INCയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത കാദംബിനി ഗാംഗുലി. INCയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിതയാണ് കാദംബിനി ഗാംഗുലി. അതുപോലെ തന്നെ INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിതയാണ് പണ്ഡിത രമാബായി. INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത പണ്ഡിത രമാബായി. INC പ്രസിഡൻ്റായ ആദ്യ ദളിത് വംശജൻ D സഞ്ജീവയ്യ. INC പ്രസിഡൻ്റായ ആദ്യ ദളിത് വംശജൻ D സഞ്ജീവയ്യ. തുടർച്ചയായ 2 INC സമ്മേളനങ്ങളിൽ പ്രസിഡൻ്റായ ആദ്യ വ്യക്തി റാഷ് ബിഹാരി ഘോഷ്. തുടർച്ചയായ 2 INC സമ്മേളനങ്ങളിൽ പ്രസിഡൻ്റായ ആദ്യ വ്യക്തിയാണ് റാഷ് ബിഹാരി ഘോഷ്. 1907 സൂററ്റ് സമ്മേളനത്തിലും 1908 മദ്രാസ് സമ്മേളനത്തിലും. ഇനി INCയുമായി ബന്ധപ്പെട്ട ചില വിശേഷണങ്ങൾ. INC ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ്. INCയെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. INCയെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറഞ്ഞത് ഡഫറിൻ പ്രഭുവാണ്. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറഞ്ഞത് ഡഫറിൻ പ്രഭു. കോൺഗ്രസിൻ്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് കേശൻ പ്രഭുവാണ്. കോൺഗ്രസിൻ്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് കേശൻ പ്രഭു. INC സമ്മേളനത്തെ 3 ദിവസത്തെ തമാശ എന്ന് പറഞ്ഞത് AK ദത്തയാണ്. 3 ദിവസത്തെ തമാശ എന്ന് പറഞ്ഞത് AK ദത്ത. യാചകരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് അരവിന്ദ ഘോഷാണ്. INCയെ യാചകരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് അരവിന്ദ ഘോഷ്. വർഷത്തിൽ ഒരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകനാണ്. വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകനാണ്. അതുപോലെ തന്നെ അവധിക്കാല വിനോദ പരിപാടി എന്ന് പറഞ്ഞതും ബാലഗംഗാധര തിലകനാണ്. INCയെ അവധിക്കാല വിനോദ പരിപാടി എന്ന് പറഞ്ഞതും ബാലഗംഗാധര തിലകനാണ്. പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് വിശേഷിപ്പിച്ചത് ബിപിൻ ചന്ദ്രപാലാണ്. പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് പറഞ്ഞത് ബിപിൻ ചന്ദ്രപാൽ. നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടത് എന്ന് പറഞ്ഞത് പട്ടാഭി സീതാരാമയ്യാണ്. നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടതെന്ന് പറഞ്ഞത് പട്ടാഭി സീതാരാമയ്യ. പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്ന് രൂപം കൊണ്ടത് എന്ന് INCയെ വിശേഷിപ്പിച്ചത് AO ഹ്യൂമാണ്. പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്ന് രൂപം കൊണ്ടതെന്ന് INCയെ വിശേഷിപ്പിച്ചത് AO ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡഫറിൻ്റെ ബുദ്ധിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ലാലാ ലജ്പത് റായാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം
ലോർഡ് ഡഫറിൻ്റെ ബുദ്ധിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ലാലാ ലജ്പത് റായിയാണ്. രാജ്യദ്രോഹത്തിൻ്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. രാജ്യദ്രോഹത്തിൻ്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടനയാണ് INC. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യാണ്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യ. അപ്പോൾ INC ആയി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക.